السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة 20 من سلسلة سورة المائدة، وسنتحدث اليوم إن شاء الله من آية 9 بعد 100 إلى آية 13 بعد 100 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين وإذ أوحيت إلى الحواريين أن آمنوا بي وبرسولي قالوا آمنا واشهد بأننا مسلمون إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين. പേജ് നേരത്തെ അയച്ചു. പുതിയ പദങ്ങളുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ചിലർക്ക് ചില പദങ്ങളൊക്കെ പുതുതായി തോന്നി, അതൊക്കെ പിന്നീട് പഴയതായി മാറി. പഴയ വാക്കുകളൊക്കെ നേരത്തെ ഈ വാക്കുകൾ എവിടെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടെത്തി. ഇപ്പൊ പദങ്ങളിലൊന്നും സംശയങ്ങൾ ഇല്ല. അതേപോലെ ഇതിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ നേരത്തെ സൂറത്ത് ആൽ ഇമ്രാനിൽ നാം പഠിക്കുകയും ചെയ്തു. അപ്പൊ ഇനിയൊന്നും പഠിക്കാനില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് ഈ ആയത്തിന് എങ്ങനെ അർത്ഥം വയ്ക്കാം എന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ആയത്ത് നമ്മൾ അർത്ഥം പൂർണ്ണമായും വെച്ച് നോക്കിയിട്ടുണ്ടാകും. എല്ലാവരും പരീക്ഷ എഴുതാൻ പോയാണ്. ഒരു മാസം നീട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഒരു മാസം നീട്ടുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ഇനി ക്ലാസ് തീരുന്നതോടുകൂടി ഒരു ദിവസം ഒരു പേജ് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള ആശയങ്ങളും വാക്കർത്ഥങ്ങളും ഗ്രാമറും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണം ഓരോ ദിവസം.
ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിലും എന്ത് ചെയ്യണം, അടുത്ത പേജ് ചർച്ച ചെയ്യണം, ഗ്രൂപ്പിൽ ചർച്ച വരണം. നിങ്ങൾ കുട്ടികളല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ആണ്. ഈ വിഷയം മാത്രമേ ചർച്ച ചെയ്യാവൂ, വേറെ ഒരു വിഷയവും ചർച്ച ചെയ്യാനും പാടില്ല. ഇന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലെന്ന് വേറെ ഏതോ ഒരു ഗ്രൂപ്പിൽ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിലുള്ള കുട്ടികളാണോ ആ ഗ്രൂപ്പിൽ കയറി ചോദിച്ചതെന്ന് എനിക്കൊരു സംശയം. ഏത് ക്ലാസ്സിലാണ് കയറിയിട്ട് ഇവിടെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യണം. ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറിയിട്ട് ഏതെങ്കിലും ക്ലാസ് റൂമിൽ കയറിയിട്ട് ക്ലാസ് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ മറ്റേ കുട്ടികളെല്ലാം കൂടെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്ക് സംശയം ഇന്ന് ക്ലാസ്, ഇന്ന് 2 ക്ലാസ് ഒരേ സമയം ഉണ്ടായിരുന്നു. യൗമ യജ്മഉല്ലാഹു റുസുല. അപ്പൊ യൗമിന് നസ്ബാണ്, കാരണം സമയ സന്ദർഭ കാലങ്ങളൊക്കെ പറയുന്നുണ്ട്. യജ്മഉല്ലാഹു റുസുല, അള്ളാഹു ദൂതന്മാരെ റസൂലുമാരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. റസൂൽ എന്ന് പറഞ്ഞാൽ, റസൂൽ എന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു റസൂലാണ്. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ ദൂതൻ, പ്രവാചകൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ, പ്രവാചകൻ എന്ന വാക്ക് യുക്തമല്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. റസൂൽ, ഇനി നമ്മൾ അള്ളാഹ്, നബി, റസൂൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ സാങ്കേതിക പദങ്ങളാണ്. ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ സാങ്കേതിക പദമാണ് റസൂൽ. നമ്മൾ റസൂൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മനസ്സിലൊരു ആശയം വന്നു. ദ മെസ്സഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആശയമൊന്നും അവിടെ വരില്ല. സന്ദേശവാഹകർ എന്നൊക്കെ വരും, പക്ഷേ ദ മെസ്സഞ്ചേഴ്സ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വിചാരിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ റസൂൽ എന്നതിന്റെ പൂർണ്ണമായ അർത്ഥം അത് ഉൾക്കൊള്ളുന്നില്ല. നമുക്കറിയാം റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്. അങ്ങനെയുള്ള ദൂതന്മാര് ആ റസൂൽമാര് അള്ളാഹ് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഫയഖൂൽ മാതാ ഉജിബത്തും, എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം, ഒരുമിച്ച് കൂട്ടി ചോദിക്കുന്ന ദിവസം എന്നർത്ഥം. മാതാ ഉജിബത്തും. ഉജിബത്തും എന്നതിന്റെ ആ രൂപത്തിന്റെ ആരംഭ രൂപം ഏതാണ്? ഒന്നാമത്തെ രൂപം ഉജിബത്ത് എന്നതിന്റെ ഒന്നാമത്തെ രൂപം. എന്നിട്ട് ഇത് മജ്ഹൂലല്ലേ? അപ്പൊ അതിന്റെ ഒന്നാമത്തെ രൂപം എന്താ? ഏതിന്റെ? ഉജിബത്തും എന്നതിന്റെ ഒന്നാമത്തെ രൂപം അജാബ. അല്ലല്ല, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇനിയെങ്കിലും, കേട്ടാ. അജബ അല്ലേ? അജബ അജീബ് എന്നൊരു വാക്ക് തന്നെ ഇല്ല. ഓ, ഉജിബ ഇല്ല. ഉജിബ ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ രൂപം എന്തായിരിക്കും വരിക? ഏതിൻ്റെതാണ് ശരിക്കും പറയുന്നത്? ഉജിബത്തും. അപ്പൊ കറക്റ്റ് അല്ലേ? ഉജീബ, കേട്ടോ. ഈ ഉജിബ എന്ന വാക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അതായത് മജ്ഹൂലാക്കി ഉജിബ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മഅറൂഫ് എന്താ? ഉജിബ എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതിന്റെ മജ്ഹൂൽ അല്ലാത്ത മഅറൂഫായ രൂപം എന്തായിരിക്കും? അപ്പൊ അജബ എന്നൊരു വാക്കേ ഇല്ല. പിന്നെ നിങ്ങൾ പറയുമ്പോ ഹംസ എപ്പോഴും ഹംസ ആണെന്ന് കേൾക്കണം, മനസ്സിലാവുമ്പോൾ. ഹംസ ടെമ്പർ ആക്കി അജബ അല്ലെങ്കിൽ അജാബയാണ് അതിന്റെ മഅറൂഫ്. മറുപടി നൽകി അജാബ യുജീബു. അതിന്റെ മജ്ഹൂലാണ് ഉജീബ. ആ മജ്ഹൂലാണ് ഇവിടെ ഒന്നാമത്തെ രൂപം. ഉജിബത്തും എന്നതിന്റെ ഒന്നാമത്തെ രൂപം എഴുതാൻ പറഞ്ഞു. ഉജിബത്തും എന്നതിന്റെ ഒന്നാമത്തെ രൂപം എഴുതാൻ പറഞ്ഞാൽ ഉജീബ എന്ന് എഴുതാം. ഉജിബത്തിന്റെ ഒന്നാമത്തെ രൂപം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നിങ്ങൾ ആദ്യം പറഞ്ഞതിനെ വീണ്ടും പറയും. അജാബ അതിനെ മജ്ഹൂലാക്കിയാൽ ഉജീബ.
മാതാ ഉജിബത്തും, എന്താണ് നിങ്ങൾ ഇത് അന്തും മറുപടി ഫോം നൽകപ്പെട്ടത്, നിങ്ങൾക്ക് മറുപടി നൽകപ്പെട്ടത് എന്നാണ് പെട്ടത്. മലയാളത്തിൽ പറയാം. അറബിയിൽ പറഞ്ഞാല് ഉജിബത്തും, നിങ്ങൾക്ക് മറുപടിയായി ലഭിച്ചത്. മറുപടി പറയപ്പെട്ടു എന്നാണ് അറബിയിലെ പ്രയോഗം. നിങ്ങൾക്ക് എന്ത് മാതാ ഉത്തരം ഉജിബത്തും. കിട്ടിയെന്ന് അർത്ഥം. അതൊക്കെ നിങ്ങൾ ട്രാൻസ്ലേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിത് മജ്ഹൂലാണ് എന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഈ മജ്ഹൂലിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുള്ളൂ. പരിഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റില്ല, ഭാഷാപരമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, മാതാ ഉജബത്ത്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം, ആശയം അങ്ങനെയാണ്. പക്ഷെ എന്താണ് നിങ്ങളോട് മറുപടി പറയപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയപ്പെട്ടത്, നിങ്ങൾക്ക് മറുപടിയായി ലഭിച്ചത്, നിങ്ങൾക്ക് ഉത്തരമായി ലഭിച്ചത് എന്നൊക്കെ അതിന്റെ ആശയം. പിന്നെ മുളാരി ഏതാ വരാ? ഉജീബ. എല്ലാം പറഞ്ഞിപ്പോ. യുജാബു അല്ലേ? എന്ത്? ഉജീബയാണെങ്കിൽ, ഉജീബ എന്ന മജ്ഹൂലാണെങ്കിൽ യുജാബു. അജാബ, യുജീബു, അത് അതിന്റെ മഅറൂഫായിട്ടുള്ള. ഉജീബയാണെങ്കിൽ യുജാബു. ഓക്കെ. ഖാലു ലാ ഇൽമ ലനാ, വി ഡോണ്ട് നോ, നമുക്ക് യാതൊരു അറിവുമില്ല. ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. പ്രവാചകന്മാര്, ദൂതന്മാര്, റസൂലുമാര് പറയുന്നത് ഞങ്ങൾക്കറിവില്ല. ആരൊക്കെയാണ് ഉത്തരം നൽകിയതെന്ന് യഥാർത്ഥത്തിൽ അറിവ് അള്ളാഹ്ക്ക് മാത്രമേ. ചില ആൾക്കാർ വിശ്വസിച്ചു, ചില ആൾക്കാർ കപടമായി വിശ്വസിച്ചു, ചില ആൾക്കാർ ആത്മാർത്ഥമായി വിശ്വസിച്ചു, ചില അതനുസരിച്ച് പ്രവർത്തിച്ചു, ചില പ്രവർത്തിച്ചില്ല. ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണ് അദൃശ്യങ്ങൾ മുഴുവനും അറിയുന്നത്. അല്ലാമുൽ ഗുയൂബ്, ഗൈബിന്റെ ബഹുവചനം ഗുയൂബ്. അല്ലാം എന്താ? വളരെ നന്നായി അറിയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. ഏതിന്റെ? അല്ലമ്മ. അല്ലമ്മയല്ല, അലിമയുടെ അലിമയുടെ സൂപ്പർലേറ്റീവ് എങ്ങനെയാണ്? അല്ലേ സൂപ്പർലേറ്റീവ്? ഇനി ആലിമിന്റെ സൂപ്പർലേറ്റീവ് ആണ് അല്ലാം. ഫാഇല് ഫഅൽ. വേറെ ഒന്നും ചിന്തിക്കില്ല, എങ്ങനെയല്ല പഠിച്ചാൽ മതി. ആലിം അല്ല, അല്ലാമുൽ ഗുയൂബ്. ഇദ് ഖാല അല്ലാഹു യാ ഈസ. അപ്പോ റസൂലുമാര് പറയുന്നത് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നിനക്കാണ് അദൃശ്യങ്ങളെല്ലാം അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കവടന്മാരായിട്ടാണ് അവരെ വിശ്വസിച്ചത്, അല്ല യഥാർത്ഥത്തിലാണോ വിശ്വസിച്ചത്, ചെയ്തോ പ്രവർത്തിച്ചില്ലയോ, വിശ്വസിച്ചോ ഇല്ല എന്നുള്ളതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നാണ് റസൂലുമാര് ഉത്തരം നൽകുന്നത്. എന്നിട്ട് പറഞ്ഞു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങൾ അറിയുന്നവൻ നീയാണ്, നീ മാത്രമാണ്. അങ്ങനെയുണ്ടോ നിങ്ങളെ പരിഭാഷയില്? നീ തന്നെയാണ്. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ തന്നെയാണ്, നീ മാത്രമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇന്നക പറഞ്ഞിട്ട് അൻത വീണ്ടും പറഞ്ഞത്. നിനക്കാണ് അറിയുന്നത്. എന്റെ കയ്യിലുള്ള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥ അദൃശ്യ യാഥാർത്ഥ്യങ്ങളെല്ലാം നീ മാത്രം അറിയുന്നവനല്ലോ. എന്തായിരുന്നാലും എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നൊക്കെ പറഞ്ഞിട്ട് അൻത ഉപയോഗിച്ചിരിക്കുന്നത്. നീ തന്നെയാണ്, നീ മാത്രമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാമ പറയോ. അപ്പോ അദൃശ്യം അറിയുന്നവൻ അല്ല മാത്രം. ഇത് വേറൊരു ഫിലോസഫിയായി മാറി. അല്ല അല്ലാതെ വേറെ ആർക്കെങ്കിലും അദൃശ്യം അറിയും എന്ന് വിശ്വസിച്ചാൽ എന്തായി? ശിർക്കായി. പിന്നെ പറയേണ്ട കാര്യമില്ല. ഇവിടെ എംഫസൈസ് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് പ്രസംഗിക്കാം. അല്ല മാത്രമേ അദൃശ്യം അറിയുന്നുള്ളൂ. അമ്മാ ഊത്തീത്ത് മിനൽ ഇൽമി ഇല്ലാ ഖലീല.
നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചെറിയ അറിവ് മാത്രമേ ബാക്കിയുള്ളവർക്കുള്ളൂ. ഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, അല്ലാഹ് പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പറയുന്ന സന്ദർഭം. യാ ഈസ ഇബ്ന മറിയം, അല്ലയോ ഈസ ഇബ്ന മറിയം. ഇബിൻ എന്തുകൊണ്ടാണ് നസ്ബ് വന്നത്? ഈസയുടെ ബദല്. ഇന്നയുടെ ബദലോ? ബദലായിട്ട്. ഏതിന്റെ ബദല്? ഈസ എന്നുള്ളതിന്റെ. ഇതിന്റെ ബദലായപ്പോഴത്തേക്ക് ഈസയ്ക്ക് എന്താ അടയാളം? ഈസ ലമ്മ് വരികയല്ലോ. എന്താണ്? ഈസക്ക് ലമ്മ് സ്വീകരിക്കില്ലല്ലോ. നമ്മൾ സ്വീകരിക്കണ്ട. ഈസക്ക് അടയാളം നഫ്സന്നല്ലേ? ഫക്കഹന്നല്ലേ? നെസ്ബ് ഈ പിന്നെ എന്താണ് നെസ്ബ് എവിടെയുണ്ട്? ദുർബലാക്ഷരം ലാസ്റ്റ് ഒന്നുകൊണ്ട് ദുർബലാക്ഷരം അതുകൊണ്ട് കാണുന്നില്ല. അതിന് കാണുന്നില്ല. അല്ല, കൊടുക്കാം. സീനിന്റെ മുകളിലുള്ള ഫത്തഹത്തല്ല, അവസാനം നെസ്ബ് ഉണ്ട്. നെസ്ബ് അതെ. യാ അല്ല, അലിഫാണ് അവിടെ. യാ ആണെങ്കിൽ നെസ്ബ് വരും. യായുടെ രൂപത്തിലുള്ള രൂപത്തിലുള്ള അലിഫാണ്. അലിഫ് ആയതുകൊണ്ട് എന്തായിക്കോട്ടെ. അപ്പൊ എന്താണ് അതിന്റെ മുകളിൽ നസ്ബ് പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് തക്ദീറാക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തായിരുന്നാലും അവിടെ ഉണ്ട്, കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരമായിട്ട് ഇബിന് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ഇബിന് എന്തുകൊണ്ട് അലിഫ് എഴുതിയത്? അല്ലെങ്കിൽ ഹംസത്തുൽ വസ്ൽ ഇബിന്റെ കൂടെ സാധാരണ പിന്നെ ഈസയുടെ വിശേഷണല്ലേ ഇബ്നു മറിയം. അതുകൊണ്ട് ഹംസത്തുൽ വസ്ൽ വേണോ വേണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് എഴുതിയത് ഇവിടെ മറിയം ഉമ്മയായതുകൊണ്ട് വേണം, മറ്റേ ഉപ്പയാണെങ്കിൽ വേണം. ഇബ്നു ഉമർ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന് പറയുന്നിടത്ത് ഇബിനിന് എന്തുണ്ടാവില്ല? ഹംസത്തുൽ വസ്ൽ ഉണ്ടാവില്ല. അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന് പറയുന്നിടത്ത് ഹംസത്തുൽ വസ്ൽ ഉണ്ടാവില്ല. അതേസമയം ഈസ ബിൻ മറിയമിലുണ്ട്. ഉപ്പയുടെയും മോന്റെയും ഇടയിൽ ഇബിന് വന്നാലാണ് ഹംസത്തുൽ വസ്ൽ വേണ്ടാത്തത്. ഉപ്പാടെ ഉമ്മയുടെ ഒരു നിയമം അങ്ങനെയാണ് അറബികൾ ഉപയോഗിക്കല്. അത്രേ ഉള്ളൂ. ഉമ്മയുടെ ഇടയിൽ വന്നാല് ഹംസത്തുൽ വസ്ൽ വേണം അല്ലേ? ഉമ്മയും ഉമ്മയുടെയും മകന്റെ ഇടയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഹംസത്തുൽ വസ്ൽ. ഉമ്മയും മോനും ഒന്നല്ല. മോനും അങ്ങനെ ഒന്നാവുക. സാധാരണഗതിയിൽ ഇബിൻ ഉപയോഗിക്കുന്നത് വാപ്പയുടെ പേര് ചേർത്തിട്ടാണ്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാമയ്ക്ക് പിതാവില്ലാത്തതിനാൽ പിതാവിന്റെ പേര് ചേർക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മയുടെ പേരാണ് ചേർക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഹംസത്തുൽ വസ്ൽ എഴുതിയിട്ടുണ്ടാവും. ഈസ ബിൻ മറിയം. ഉദ്കുർ നിഅമതി, അവിടെ നിർത്തി പറഞ്ഞാൽ ബാക്കി ഉദ്കുർ നിഅമതി, എന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ ഓർക്കൂ. നിഅമതി അലൈക, താങ്കൾക്കുള്ള, അല വാലിദത്തിക, താങ്കളുടെ മാതാവിന്റെ മേലും താങ്കൾക്കും താങ്കളുടെ മാതാവിന്റെ മേലും ഉള്ള എന്റെ അനുഗ്രഹത്തെ കുറിച്ച് നീ ഓർമ്മിക്കൂ. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദുസ്. അയ്യദ നേരത്തെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ എല്ലാം? റൂഹുൽ ഖുദുസ്. എന്താണ് ഈ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ? റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദിവ്യ റൂഹ് എന്നല്ല, ദിവ്യ റൂഹ് എന്നല്ല. പ്രബലമായ അഭിപ്രായ പ്രകാരം, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ നസല ബിഹിർ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അർ റൂഹുൽ അമീൻ? അർ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞതാണ് ഇവിടെ അർ റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഈസാ നബിയോടൊപ്പം നിരന്തരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വിടാതെ ഉണ്ടായിരുന്നു എന്നാണ് ചില ഉദ്ധരണികളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും ഈസാ നബി അലൈഹി സ്വലാമയെ
ജിബ്രീൽ അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്തുണയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില സന്ദർഭമാണ് ഇവിടെ എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. തുകല്ലിമുന്നാസ ഫിൽ മഹ്ദി, നീ എന്ത് ചെയ്യുന്നു? അന്നാസ, ജനങ്ങളോട് സംസാരിക്കുന്നു. ഫിൽ മഹ്ദി, മഹദ് തൊട്ടില്. തൊട്ടില്. വകഹ്ലൻ, കഹിലായിരിക്കുന്ന സന്ദർഭം. യുവാവായിട്ട്. മധ്യവയസ്കൻ. മധ്യവയസ്കൻ, അതെ. മധ്യവയസ്കൻ അത് ഹാലല്ലേ ഉസ്താദ്? ഏതാണ്? സെയിലും അതെ. കഹ്ലൻ എന്ന് പറയുന്നത് ഹാലാണ്. അതെ, ആയിരിക്കുന്ന ഇത് അയ്യത്തുക ബിറൂഹ ഖുദ്സി തുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലൻ, താങ്കൾ എന്തായിരിക്കുമ്പോഴും. അതെ, ഹാല് വകഹ്ലൻ. വൈദ് അല്ലംതുകൽ കിതാബ, അപ്പോ തൊട്ടിലായിരിക്കുകയും മധ്യവയസ്കനായിരിക്കുകയും എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. വൈദ് അല്ലംതുകൽ കിതാബ, കിതാബ് പഠിപ്പിച്ചിട്ടുമുണ്ട്. ആര് പഠിപ്പിച്ചു? നബി. നബി ആരെ അള്ളാഹു പഠിപ്പിച്ചു? മനുഷ്യനെ നബി പഠിപ്പിച്ചതല്ലേ? അല്ലം തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലം തു, ഞാൻ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. ഞാൻ നിനക്ക് പഠിപ്പിച്ചു. അതെ. ഇവിടെ ഈ ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, അള്ളാഹയുടെ വാക്കുകൾ അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ്. വൈദ് അല്ലംതുകൽ കിതാബ, നിനക്ക് നാം കിതാബ് പഠിപ്പിച്ച സന്ദർഭം. സ്മരണീയമാണ്, ഓർക്കേണ്ടത്. നേരത്തെ പറഞ്ഞു ഈ ഉദ്കുർ നിഅമത്തി എന്ന് പറഞ്ഞു. ഇതെല്ലാം അള്ളാന്റെ നിഅമത്തായിരുന്നു എന്നാ പറഞ്ഞു. അല്ലംതുകൽ കിതാബ വൽ ഹിക്മത, അപ്പൊ കിതാബും പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു. ഹിക്മത്ത് എന്ന് പറയുന്നത് കിതാബിന് അപ്പുറമുള്ള വേറെ ചില സംഭവം, ഫിലോസഫിന് അപ്പുറമുള്ളതാണ്. നമുക്ക് മനസ്സിലാകാത്ത ചില ഫിലോസഫികൾ, മനുഷ്യ മനസ്സിന് അപ്പുറമായ പല ഫിലോസഫികളുണ്ട്. മനുഷ്യ മനസ്സിൽ കുറെ ഫിലോസഫികൾ കിട്ടും, അതിനപ്പുറമുള്ള കുറെ ഫിലോസഫി ഉണ്ട്. അതാണ് ഹിക്മത്ത്. നമ്മൾ മനസ്സിൽ ഹിക്മത്ത് തന്നെ കൊണ്ട് നടന്നാൽ എന്താവും? ഹിക്മത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിലൂടെ നമുക്ക് എന്തുണ്ടാകും? അള്ളാഹ് നമുക്ക് ഉത്ബോധനങ്ങൾ നൽകും. പിന്നെ പറയുന്നുണ്ട്, ഇനി വരും നോക്കാം. ഹിക്മത്തിന്റെ ശരിയായ അർത്ഥം എന്നാണ്? നമുക്ക് മലയാളത്തിൽ തത്വജ്ഞാനം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. തത്വജ്ഞാനത്തിന് അപ്പുറമാണ് ഹിക്മത്തിന്റെ അർത്ഥം. എന്നാണ്. അപ്പൊ അത്രയും ഹൈറൻ കസീർ നൽകപ്പെടാൻ മാത്രമായ ഒരു സംഭവമാണ് ഹിക്മത്ത് എന്ന്. അപ്പൊ നമ്മൾ നബിചര്യ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കുക, നബിചര്യ ആഴത്തിൽ മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരു ഫിലോസഫി നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരും. അതിന്റെയും അടിത്തട്ടിലേക്ക് വീണ്ടും നമ്മൾ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടും. പിന്നെ നമ്മൾ തൗഹീദിലും റിസാലത്തിലും ആഖിറത്തിലും ഒക്കെ ഉറച്ചു നിന്ന് അള്ളാന്റെ മാർഗത്തിൽ അങ്ങനെ പണിയെടുത്ത് വരുമ്പോൾ നമുക്ക് ഉത്ഭൂതമാകുന്ന കുറെ അറിവുകൾ പിന്നെ ഉണ്ടാവും. നമ്മൾ പുറമേ ഫതഹു പഠിക്കുമ്പോഴുള്ള അറിവാണോ ഇപ്പൊ നമുക്കുള്ള അറിവ്? അതിനേക്കാളും പിന്നെ പല ദറജ, പല പടി നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ട്, അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. അറിവിന്റെ എന്താ പറയാ, അടിത്തട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്, അഗാധതയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെയും അവിടെ നിന്ന് വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ പിന്നെയും അഗാധതയിലേക്ക് എത്താൻ പറ്റും. ഒരുപാട് ആഴങ്ങളുണ്ട്, ഇൽമിന് ഒരുപാട് ആഴങ്ങളുണ്ട്. അതായത് പിന്നെ നമ്മൾ എന്താ പറയാ, ഈ തൗഹീദിലും റിസാലത്തിലും ഉറച്ചു നിന്ന് അള്ളാന്റെ മാർഗമല്ലാതെ വേറൊന്നും നമുക്ക് കണ്ണിൽ കാണാത്ത ഒരു സന്ദർഭം വരും. അള്ളാഹ് ഖുദ്സിയ ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, എന്റെ കൈ ഞാനാകും, അവന്റെ കൈ ഞാനാകും, അവന്റെ കണ്ണ് ഞാനാകും, കാത് ഞാനാകും എന്നൊക്കെ പറഞ്ഞല്ലോ. അതാകണം. അതാകുമ്പോ ഉത്ഭൂതമാകുന്ന കുറെ അറിവുകളുണ്ട്. അപ്പൊ ആ കിതാബ് ഹിക്മത്തും കൂടാതെ പിന്നെ എന്തുകൊണ്ട് തൗറാത്ത് ഇഞ്ചീൽ പഠിപ്പിച്ചു?
അപ്പൊ അതെന്താണ്? അൽ കിതാബ് എന്ന് പറഞ്ഞതോടുകൂടി എന്തായി? നമ്മളെ ഇബാദത്ത് എന്ന് പറഞ്ഞു, മുഖ്ലിസീൻ ലഹുദ്ദീൻ, പിന്നെ ഹുനഫാ യഖീമുസ് സ്വലാത്ത വയൂത്തുസ് സക്കാത്ത് എന്നതുപോലെയാണ് ഇവിടെ എന്ത് ചെയ്തത്? അൽ കിതാബ് എന്ന് പറഞ്ഞപ്പോ എന്തായി? കിതാബ് പഠിപ്പിച്ചു. തൗറാത്ത്, എസ്പെഷ്യലി തൗറാത്ത് എന്നർത്ഥം. വൽ ഇഞ്ചീല, പിന്നെ ഇഞ്ചീലും എടുത്തു പറഞ്ഞേ ഉള്ളൂ. വയിദ് തഖ്ലുഖു മിന ത്വയ്നി കഹൈഅത്തി ത്വയ്രി. ത്വയ്ർ നമുക്കറിയാം. ത്വയ്ർ എന്താണ്? പക്ഷി. ത്വയ്ർ. അതിന്റെ ബഹുജനമാണ് എന്ത്? തുയൂർ. പക്ഷെ ത്വയ്ർ എന്നത് എങ്ങനെ പറയും? വർഗത്തിന്റെ നാമമായിട്ടും ഉപയോഗിക്കും. ത്വയ്റൻ അബാബീൽ എന്ന് പറഞ്ഞത് നമ്മൾ എന്താ അർത്ഥം പറഞ്ഞത്? കൂട്ടം കൂട്ടമായ പക്ഷികളെ. അപ്പൊ ആ അർത്ഥത്തിലും ഉപയോഗിക്കും. ഇവിടെ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. തഖ്ലുഖു മിന ത്വയ്നി കഹൈഅത്തി ത്വയ്രി. പക്ഷിയുടെ രൂപത്തിൽ നീ എന്ത് ചെയ്യും? രൂപം ഉണ്ടാക്കും. മണ്ണ് കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കും. ബിഇദ്നി കഹൈഅത്തി ത്വയ്രി ബിഇദ്നി. അപ്പൊ ഇത് തഖ്ലുഖു മിന ത്വയ്നി കഹൈഅത്തി ത്വയ്രി ബിഇദ്നി. കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഉണ്ടാക്കുമ്പോൾ എന്തായി? അത് പക്ഷിയായി മാറും. ബിഇദ്നി, എന്റെ അനുമതിയാൽ. എപ്പോഴാണ്? ഫതകൂനു ഫിഹ ഫതൻഫുഖു ഫിഹ ഫതകൂനു ത്വയ്റൻ ബിഇദ്നി. ഫതൻഫുഖു, രൂപം ഉണ്ടാക്കിയ ശേഷം എന്ത് ചെയ്യും? തൻഫുഖു. തൻഫുഖുവിന്റെ മാളി എന്തായിരിക്കും? നഫഖ. യൻസുറു എന്നത് വന്നത് കൊണ്ട് ഉടനെ നമുക്ക് നഫഖ എന്ന് പറയാം. പക്ഷെ എപ്പോഴും മുളാരിയില് മധ്യത്ത് നമ്മളുള്ളതിന് എപ്പോഴും ഫതഹത്തിന്, മാളിയിൽ ഫതഹത്തിന് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. റയർ ഗ്രൂപ്പുകൾ വേറെയുമുണ്ട്. യഹ്സുനു, യക്കുറുമുണ്ട്. അപ്പൊ കറുമയ്ക്ക് എന്താണ്? മാളിയില് ലമ്മാണ്. അത് നമ്മൾ ആ ബാബ് നമ്മൾ 17 ബാബിന്റെ കൂട്ടത്തിൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെയും ഉണ്ട്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതെന്തായാലും നമ്മള് മുളാരിയിൽ നമ്മ വന്നാൽ മാളിയിൽ ഫത്തഹാക്കി പറഞ്ഞു നോക്കണം. കാരണം അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മറ്റേതെന്താണ്? റയർ ഗ്രൂപ്പാണ്. തക്കൂന് ത്വയ്റൻ ബിഇദ്നി. അപ്പൊ ത്വയ്റിന് എന്തുകൊണ്ട് നസ്ബ് വന്നു? അല്ല, കാനയുടെ 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 ഖബർ. അപ്പം മഫ്ഊലും ബിഹി അല്ല, കാനയ്ക്ക് മഫ്ഊലും ബിഹി ഇല്ല. കാന വന്നാൽ നിയമം ക്രിയയുടെ നിയമമല്ല, മറിച്ച് എന്താണ്? കാന എന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാന വഖവാത്തുക പഠിച്ചത്. കാന വന്നാൽ കാനയുടെ കർത്താവെന്നും കാനയുടെ കർമ്മമെന്നും അല്ല പറയും. കാനയോ കാനയുടെ സഹോദരിമാരോ വന്നാൽ കാനയുടെ കർത്താവ് ആണ് ഇതെന്നും കാനയുടെ കർമ്മമാണ് ഇതെന്നും അല്ല പറയും. മറിച്ച് എന്താ പറയാ? കാനയുടെ ഇസ്മ. അപ്പൊ അതുകൊണ്ടാണ് തെക്കൂനു. അപ്പോ കാനയുടെ ഇസ്മ എവിടെ ഉണ്ട്? ബിഇദ്നിയിലോ? അല്ലല്ല, അന്റെയാണോ മാറുന്നത്? തൈറായിട്ട് മാറുന്നത്? അല്ല, ഹിയയാണ്. തക്കൂനു ആ ത്വയ്ർ ആയി മാറും. അപ്പൊ തക്കൂനു ആ ഹൈഅത്ത് ആയി മാറും. ഹൈഅത്ത് എന്തായി മാറും? ത്വയ്റായി മാറും. ഹൈഅത്തി എന്ന് പറഞ്ഞല്ലോ. ഹൈഅത്തി രൂപം പോലെ ഉണ്ടാക്കുമെന്ന്, അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കും. ആ രൂപം തക്കൂന് ത്വയ്റൻ. അപ്പൊ നമ്മൾ നോക്കണം അത് ഏതിലേക്കാണ് മടങ്ങുന്നത്. അതനുസരിച്ചാണ് അൻതയാണോ ഹിയയാണോ എന്ന് വിചാരിക്കേണ്ടത്. ഇവിടെ എന്തായാലും ഒറ്റയടിക്ക് തക്കൂന് ത്വയ്റൻ എന്ന് പറഞ്ഞാൽ നീ പക്ഷിയായി തീരുമെന്നല്ലല്ലോ പറയുന്നത്. ആ രൂപം പക്ഷിയായി തീരും. ബി ഇതിനി. അവിടെ 2 ഇതിനിയുണ്ട്.
അപ്പൊ ഈ കറാമത്തെന്നും മോചിതത്തെന്നൊക്കെ പറയുന്ന സംഭവം എന്ത് രൂപത്തിലേ ഉണ്ടാവുള്ളൂ, എന്തിന്റെ അനുമതിയോടെ ഉണ്ടാവുള്ളൂ? അള്ളാന്റെ അള്ളാന്റെ അനുമതിയോടുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും എന്തില്ല, ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല അള്ളാന്റെ കഴിവല്ല. ഒരു മഹാൻ, ആ മഹാന്റെ കഴിവ് കൊണ്ട് എന്തായിത്തീർന്നു? അയാളുടെ മഹാന്റെ കറാമത്താണ്, മഹാന്റെ മോചിതത്താണ് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രവൃത്തിയെ കുറിച്ച് പോലും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അവിടെ എന്താ പറഞ്ഞത്? എന്റെ അനുമതിയോട് കൂടിയാണ് നീ ഉണ്ടാക്കുന്നത്, പക്ഷിയുടെ രൂപത്തിൽ കണിവന്നുകൊണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നീ അതിൽ ഊതുമ്പോൾ എന്തായി മാറും? അത് എന്റെ അനുമതിയോടുകൂടി പക്ഷിയായി മാറും. അല്ല നിന്റെ പ്രവൃത്തി കൊണ്ട് ആകുമെന്നല്ല പറഞ്ഞു. അപ്പൊ ഒരു മഹാനും ഒരു വ്യക്തിക്കും എന്തില്ല, അദ്ദേഹത്തിന് സ്വതവേ ഒരു ശക്തിയും ഒരു കഴിവും ഒരു കറാമത്തും ഒരു മഹത്വവും മോചിതത്വം ഇല്ല. അതെല്ലാം സംഭവിക്കുന്ന അള്ളാന്റെ അനുമതിയോടുകൂടി മാത്രമാണ്. പക്ഷെ നമ്മള് ആത്മാർത്ഥത കൊണ്ടും നമ്മളെ ഈമാന്റെ എന്താ പറയാ ആധിക്യം കൊണ്ടും ഈമാന്റെ ഉറച്ച ഈമാൻ കൊണ്ടും ഒക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ തോന്നുമെന്നോ? ഞാൻ പറഞ്ഞത് മോചിതത്ത് ഉണ്ടാകും, മോചിതത്ത് ഉണ്ടാകാം, കറാമത്ത് ഉണ്ടാകാം. അത് നമ്മുടെ ഈമാന്റെ കാഠിന്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോഴും ആരുടെ കഴിവ് കൊണ്ടാണ്? അള്ളാന്റെ കഴിവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അല്ലാതെ എന്റെ മഹത്വം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടല്ല ഉണ്ടാകും. അങ്ങനെ അത് നമ്മൾ എന്താണ് സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ട ഒരു വിശ്വാസമാണ്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ മഹത്വം കൊണ്ടോ വ്യക്തികളുടെ കഴിവ് കൊണ്ടോ ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണ തുടച്ചു മാറ്റേണ്ട ഒരു സംഭവമാണ്. പോലും ഉണ്ടാവില്ലല്ലോ അല്ലേ? അല്ല, ഈസാ നബി അലൈഹി ഇസ്ലാം ഈ പറഞ്ഞതെല്ലാം കാണിച്ചതാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത പല തരത്തിലുള്ള മോചിതത്തുകളും മറ്റു നബിമാര് കാണിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അള്ളാന്റെ അനുമതിയോടുകൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അക്മഹ എന്താണ്? ജന്മന അന്ധനായിട്ടുള്ളവൻ, ജനിച്ചപ്പം തന്നെ അന്ധനായിട്ടാണ് ഉണ്ടായത്. വൽ അബറസ, പാണ്ഡുരോഗിയെയും. കുഷ്ഠരോഗമെന്നും പറയുമോ? കുഷ്ഠരോഗമല്ലേ? കുഷ്ഠരോഗമല്ല, പാണ്ഡുരോഗം. തുബിരിന്റെ മാളി എന്താണ്? അപ്പൊ അത് മജ്ഹൂലാണോ മഅറൂഫാണോ? മജ്ഹൂലാണിത്. ഇത് മജ്ഹൂലാണെങ്കിൽ അതിനെന്താവും? ഫത്തഹായിരിക്കും. അഞ്ചല വരുമ്പോ യുൻസലു എന്നാ വരിക. ലമ്മു വന്നിട്ടുണ്ടെങ്കിൽ റാഇന്റെ ഫത്തഹാണെങ്കിലാണ് എന്താവുക? മജ്ഹൂലാവുക. നസറ യൻസുറു ആണെങ്കിൽ യുൻസറു, അൻസലയാണെങ്കിൽ യുൻസലു. എല്ലാത്തിലും എന്തുണ്ട്? അവസാനത്തിന് മുമ്പ് ഫത്തഹാന് വരിക. അപ്പൊ തുബറ എന്നാണ് വരിക മജ്ഹൂലാണെങ്കിൽ. ലമ്മ് കണ്ട ഉടനെ അത് മജ്ഹൂലാണെന്ന് വിചാരിച്ചളേ. അൻസല ഗ്രൂപ്പ് 3+1 എല്ലാത്തിലും എന്താണ്? 3+1 ഗ്രൂപ്പ് പഠിച്ചില്ലേ നമ്മള്? അൻസല, നസ്സല, ജാഹദ. ഇത് മൂന്നിലും എന്താണ്? അൻസല യുൻസിലു ആണ്, ജാഹദ യുജാഹിദു ആണ്. അതേപോലെ അൻസല നസ്സല അല്ലെങ്കിൽ സബ്ബഹ, അൻസല, അൻസല, ജാഹദ യുജാഹിദു. മുളാരിയാണോ മാലിയാണോന്നാണോ നമ്മൾ ചർച്ച ചെയ്തത്? എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? മജ്ഹൂലാണോ മഅറൂഫാണോ നമ്മൾ ചർച്ച ചെയ്തത്.
ഇത് മഅറൂഫ്. ആ, ഇത് മാറൂഫാണ്. മജ്ഹൂലായിരുന്നെങ്കിൽ റായിന് ഫതഹ ആയിരിക്കും ഉണ്ടാവുക. തുബ്ര ആയിരിക്കും അല്ലേ? ലമ്മിൽ തുടങ്ങിയാൽ നമ്മൾ ഫതഹ ഫുതിഹ എന്ന് പറഞ്ഞു. ഫതഹ ഫുതിഹ എന്ന്. ഇപ്പോ അല്ല, യഫ്തഹു എന്നുള്ളത് യുഫ്തഹു എന്ന്, അപൂർണക്രിയാണെങ്കിൽ യഫ്തഹു യുഫ്തഹു എന്ന് വന്നു. അപ്പൊ യുഫ്തഹു എന്നത് ലമ്മിൽ തുടങ്ങി. അപ്പൊ ലമ്മിൽ തുടങ്ങിയത് കൊണ്ട് അത് മജ്ഹൂലാകണമെങ്കിൽ എന്താകണം? അവസാനത്തിൽ ഉൾക്കൊള്ളതിന് ഫതഹ വരണം. യുൻസ്വറു എന്നല്ലേ വരിക. അതേപോലെ തന്നെ അഞ്ചല യുൻ ജീലു എന്നത് യുൻ ജലു എന്നാണ് മജ്ഹൂലാവുക. തുബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നി വഇദ് തുഖ്രിജുൽ മൗത. അപ്പൊ എന്ത് പറയാ അർത്ഥം? മരിച്ചവരെ നീ എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ പുറപ്പെടുവിക്കും. തുഖ്രിജുൽ മൗത, മരിച്ചവരെ പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മരിച്ചവരെ എഴുന്നേൽപ്പിക്കും. ബിഇദ്നി, എന്റെ അനുമതിയോടുകൂടി. അവിടെയും അനുമതി ചേർത്തു. ഇവിടെ ഇത് വന്നതുകൊണ്ട് നമ്മള് ഭൂതകാല അർത്ഥത്തിലാണോ പറയാൻ? കഴിഞ്ഞു പോയിന്നല്ലേ? അതായത് ഇവിടെ എന്താണ്, ഇവിടെ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന സംഭവമാണ്. ഈ പറഞ്ഞതെല്ലാം എന്താണ്? നടന്ന സംഭവത്തെ ഇനി വരാൻ പോകുന്ന സംഭവമാക്കി ചിത്രീകരിക്കുകയാണ്. അതായത് നടന്നു കഴിഞ്ഞത് അള്ളാഹ് ഖിയാമത്ത് നാളിൽ ഈസാ നബി അലൈഹി സ്വലാമിയോട് പറയുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നടക്കുന്നു എന്നാണ് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇത് നടന്നു കഴിഞ്ഞ സംഭവമാണ്. ഇത് തുഖ്രിജുൽ മൗത എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? ഇത് തുഖ്രിജുൽ മൗത, നീ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ? ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലെങ്കിൽ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. മരിച്ചവരെ നീ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. പുറത്തു കൊണ്ടുവന്നത്. ഇതെല്ലാം നീ ഓർക്കുക എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ചെയ്തതായിട്ടാ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴേ നീ അതാ ഒരാളെ അടിക്കുന്നു, അവൻ അല്ലെങ്കിൽ നീ നീ അതാ ഒരു മരിച്ചയാളെ നീ പുറത്തേക്ക് കൊണ്ടുവരുന്നു, മരിച്ചവരെ നീ ഇതാ ജീവിപ്പിക്കുന്നു, നീ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയെ രൂപമുണ്ടാക്കുന്നു, ആ രൂപത്തെ നീ അതിൽ ഊതുന്നു, അപ്പോൾ എന്റെ അനുമതിയോടുകൂടി അതതാ ഒരു പക്ഷിയായി മാറുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാഹിത്യമായ ഒരു വർണ്ണന അതിനകത്തില്ലേ? ആ രീതിയിലാണ് ഇത് വർണ്ണിക്കുന്നത്. നടന്നു കഴിഞ്ഞ സംഭവത്തെ നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു കഥ പറയുമ്പോഴത്തേക്ക് എന്താ പറയാ? നീ ആ നടന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അതാ നടന്നു വരുന്നു, അപ്പോഴതാ നിന്നെ സ്വീകരിക്കാൻ അതാ ആളുകൾ ആഹ്ലാദത്തോടു കൂടി നിന്റെ അടുക്കിലേക്ക് വരുന്നു, അതാ ജനങ്ങൾ കൈയടിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എന്താ അർത്ഥം? കൈയടിക്കാൻ പോകണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നടന്നു കഴിഞ്ഞ സംഭവത്തെ നമ്മൾ അങ്ങനെ പ്രസന്റ് ടെൻസിൽ പറയാറില്ലേ? കഴിഞ്ഞ സംഭവത്തെ പറയാനല്ലേ? കഴിഞ്ഞ സംഭവത്തെ ഏത് സന്ദർഭത്തിലാണ് പറയണത്? കഴിഞ്ഞ സംഭവത്തെ ഈസബിന് മറിയമിനെ യൗമ യജ്മഉല്ലാഹു റുസുല എന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞത്? നമ്മൾ കഥ പറയുമ്പോഴത്തേക്ക് കഥയുടെ തുടക്കം മറന്നു പോകരുത്. അത് ശരിയേ. റസൂലുമാരെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം എന്ത് ചെയ്യും? എല്ലാ ദൂതന്മാരോടും ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് മറുപടി ലഭിച്ചത്? അപ്പോ എല്ലാ ദൂതന്മാരും പറയും, ഞങ്ങൾക്കറിയില്ല, നീയാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ എന്ന് പറയും. അപ്പൊ ഇന്നെന്ത് ചെയ്യും? ഈസാ അലൈഹി സ്വലാമിനോട് പ്രത്യേകിച്ച് ചോദിക്കും, എന്താ പറയാ? ഉദ്കുർ നിഅമതി അലൈക. അപ്പൊ ഇത് എന്താണ് എപ്പോഴാണ് നടക്കുന്നത്? യൗമ യജ്മഉല്ലാഹു റുസുല, ആ ഖിയാമത്ത് നാളിൽ നടക്കുന്ന സംഭവമാണ് പറയുന്നത്. അന്ന് ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിൽ നടത്തിയ സംഭവങ്ങളെ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹി സ്വലാമിയോട് തന്നെ പറഞ്ഞു കൊടുക്കും, വർണ്ണിക്കുകയാണ്.
ആ സന്ദർഭം ഇതെല്ലാം ഓർക്കണില്ലേ? ഇതെല്ലാം എന്താണ്? അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഉസ്കുർ നിഅമതി അലൈക എന്ന് പറഞ്ഞു. എന്റെ അനുഗ്രഹം നിനക്ക്, ഞാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. നീ ഇത് ചെയ്തതെല്ലാം എന്താണ്? എന്റെ അനുമതിയോടുകൂടി ഇതെല്ലാം സംഭവിച്ചതെല്ലാം എന്താണ്? എന്റെ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. ഉസ്കുർ നിഅമതി അലൈക വഅലാ വാലിദതിക ഇദ് അയ്യത്തുക ബിറൂഹിൽ ഖുദ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ നിനക്കും നിന്റെ മാതാവിനും താങ്കളുടെയും താങ്കളുടെ മാതാവിന്റെയും മേൽ നാം നൽകിയ അനുഗ്രഹങ്ങൾ നീ ഓർമ്മിക്കുക. ഏത് സന്ദർഭത്തിൽ? ഈ അയ്യത്തുക ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് താങ്കളെ നാം ശക്തി നൽകിയ, കരുത്ത് നൽകിയ സന്ദർഭം. പിന്നെ വീണ്ടും പറയാണ് ബിറൂഹിൽ ഖുദ്സ് തുകല്ലിമുന്നാസ ബിൽ മഹ്ദി, നീയതാ തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്നു. വാക്കഹ്ലൻ, മുതിർന്നതിന് ശേഷവും പ്രായം വന്നതിന് ശേഷവും നീ സംസാരിക്കുന്നു. ഇത് അല്ലം തുക്കൽ കിതാബ്, നിനക്ക് നാം ഗ്രന്ഥം പഠിപ്പിച്ചു തന്നു, ഹിക്മത്ത് നൽകി, തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിപ്പിച്ചു. നീ അതാ തഖ്ലുഖു മിന ത്വീനി കഹൈഅത്തി ത്വയ്രി ബിഇദ്നി, എന്റെ അനുമതിയാൽ നീ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ രൂപം പോലെ ഉണ്ടാക്കുന്നു. അങ്ങനെ അതിൽ നീ ഊതുന്നു, അപ്പോൾ അത് ആ പക്ഷിയായി മാറുന്നു എന്റെ അനുമതിയാൽ. അക്മഹ വൽ അബ്റസ ബിഇദ്നി, എന്റെ അനുമതിയാൽ നീ ജന്മനാന്ധനെയും പാണ്ഡുരോഗിയെയും രോഗം ശമിപ്പിക്കുന്നു. കാഴ്ചയില്ലാത്തതിന് കാഴ്ച നൽകുന്നു. പാണ്ഡുരോഗിക്ക് ഇത് തൊലി എന്താകുന്നു, സ്കിൻ നോർമലാക്കി മാറ്റുന്നു, സാധാരണഗതിയിലാക്കി മാറ്റുന്നു. വൈതുഖ്രിജുൽ മൗത ബിഇദ്നി, എന്റെ അനുമതിയോടുകൂടി നീ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്നു. പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങനെ നടക്കുന്നതായി എന്ത് ചെയ്യണം? നമ്മൾ കഥ പറയുന്നത് പോലെ വർണ്ണിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ടെൻസ് അല്ല പ്രസക്തമാകുന്നത്, ഇതിങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ ടെൻസായിട്ട് ചിന്തിച്ചു കളയും. നമ്മൾ അതിന്റെ ഡെപ്ത് അങ്ങോട്ട് മാറ്റണം. ഇനി ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചെല്ലാം മാവി മുതാരി അമ്പർ ഇതൊക്കെയാണ് പഠിച്ചത്. ഇത് എൽമുൽ ബയാൻ എന്ന് പറഞ്ഞ് വേറെ ശാസ്ത്രശാഖയുണ്ട്, നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല. കടക്കണമെങ്കിൽ കുറെ പോകണം നമ്മൾ. അള്ളാഹു ഈസാ നബിക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി എടുത്തു പറഞ്ഞതാണല്ലേ? അത് മാത്രമേ മനസ്സിലായുള്ളൂ ഇതുവരെ പറഞ്ഞിട്ട്? ഇല്ല എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായ കുറച്ചുകൂടെ താഴോട്ട് ചിന്തിക്കും, ആഴത്തിൽ. ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അതിന്റെ സമയം. വർണ്ണന, അത് വർണ്ണിക്കുന്ന വർണ്ണന കൂടെ മനസ്സിൽ കൊണ്ടുവരണം, എങ്കിലേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കും, ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതാണോ? നീ അതാ പിന്നെ ഖിയാമത്ത് നാളിൽ വന്നിട്ട് സ്വർഗത്തിലൊക്കെ പോയി അങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി അവിടെ പക്ഷികളെ ഊതി പറപ്പിച്ചു വിടുകയാണ്? അങ്ങനെ ചിന്തിക്കും. വൈദ് കഫഫ്തു ബനി ഇസ്രായീൽ, പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്? നിനക്ക് നാം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. വൈദ് കഫഫ്തു ബനി ഇസ്രായേൽ. അപ്പൊ കഫഫ്തു എന്ന് പറഞ്ഞപ്പോ മാളി എന്തായിരിക്കും? എന്താണ് അർത്ഥം? കഫ എന്ന് പറഞ്ഞാൽ മനഹ, മനയുടെ പര്യായ പദമാണ് കഫ. അതെ, സ്വദ്ദ. വേറെ നമ്മൾ കഫാന്ന് പഠിച്ചിട്ടുണ്ട്, വേറെ കഫ അങ്ങനെ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടോ? വാക്ക് പഠിച്ചിട്ടുണ്ടോ? പിന്തുടർത്തി, പൂർത്തീകരിച്ചു. അല്ല അതല്ല, കഫായുക്കഫി തുടർത്തി, പിന്തുടർത്തി അയച്ചു എന്നുള്ളതിൽ അർത്ഥത്തില്. അതെ അതെ, അതും പഠിച്ചു. എന്നർത്ഥത്തില്. ഇവിടെ എന്താണ്? ഇവിടെ കഫ, കഫ യകുഫു. മറ്റത് കഫ എന്തായിരിക്കും വരിക? അതിന്റെ യുകഫി, കഫ യുകഫി എന്നായിരിക്കും വരിക. സബ്ബഹ ഗ്രൂപ്പാണ്. ഇവിടെ എന്താ? ഏത് ഗ്രൂപ്പാണ്? കഫ യകുഫു എന്ന് പറയുമ്പോ വൈദ് കഫഫ്തു ബനി ഇസ്രായേൽ അൻക, നിന്നിൽ നിന്നും നാം എന്ത് ചെയ്തു? ബനി ഇസ്രായേലുകാരെ തടഞ്ഞു നിർത്തി.
ഇദ് ജിഅ്തഹും ബിൽ ബയ്യിനാത്തി. അപ്പൊ ഇവിടെ എന്താണ് എന്തിൽ നിന്നാണ് തടഞ്ഞത് എന്ന് പറയുന്നില്ല. അപ്പൊ അതും എന്താണ്? ഇൽമുൽ ബയാന്റെ ഒരു ശാഖയാണ്, ഒരു രൂപമാണ്. പ്രസംഗ ശൈലി എന്നുള്ള വാചാലതയും പ്രസംഗ ശൈലിയൊക്കെ ഉണ്ടല്ലോ, ഭാഷാ ശൈലി, ഭാഷാ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈവിധ്യമല്ല, പ്രഭാഷണ വൈദഗ്ധ്യം, അതിൽപ്പെട്ടതാണ്. എന്തിൽ നിന്ന് തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്, അണ്ടർസ്റ്റുഡ് ആണ്, അറിയാം. ഈസാ നബിക്കും അലൈഹിസ്സലാമയ്ക്കും അറിയാം, അതേപോലെ കേൾവിക്കാർക്കും അറിയാം ഈസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു. അപ്പൊ ആ സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? അള്ളാഹ് തടഞ്ഞു നിർത്തി. ആരെ? ബനി ഇസ്രായേൽ. ബനി ഇസ്രായേലിന് എന്തുകൊണ്ട് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞില്ല ഇവിടെ? എവിടെ ഖിലാഫത്ത് ചെയ്ത്? ബനി ഇസ്രായേൽ എന്തുകൊണ്ട് ബനു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് മൻസൂബ്. എങ്ങനെ മൻസൂബായി? മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹി മൻസൂബാണ്. അപ്പൊ ബനീനയാണ്. കഫഫ്തു ബനീന, ആ മക്കളെ എന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. ഏത് മക്കളെ? ബനി ഇസ്രായേൽ മക്കളെ, ഇസ്രായേലിന്റെ മക്കളെ, ഇസ്രായേൽ സന്തതികളെ നാം എന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. അപ്പൊ ബനി എന്നത് മഫ്ഊലും ബിഹി, കഫഫ്തുവിന്റെ മഫ്ഊലും ബിഹിയാണ്. അതുകൊണ്ടാണ് ബനീന അല്ല ബനു എന്ന് പറയാതെ ബനി എന്ന് പറയുന്നത്. അൻക, താങ്കളിൽ നിന്നും തടഞ്ഞു നിർത്തി. ഇദ് ജിഅ്തഹും ബിൽ ബയ്യിനാത്തി. അപ്പൊ ഏത് സന്ദർഭത്തിലാണ് എന്തിൽ നിന്നാണ് തടഞ്ഞത്, എത്രത്തോളം അതിന്റെ ആ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും പറയുന്നില്ല. അതെന്താണ്? അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ആ സന്ദർഭം പറയുന്നുണ്ട്. സന്ദർഭം എന്ന് പറയുന്നത് ഇദ് എന്ന് പറയുന്നു, പക്ഷെ അവിടെ എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതിന്റെ വിഷയത്തിന്റെ ഗൗരവമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആ ജനത താങ്കൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടത്? താങ്കളെ നാം സംരക്ഷണം നൽകേണ്ട രീതിയിൽ, സംരക്ഷണം നൽകേണ്ട രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടായത് എപ്പോഴാണ്? അത്രയും മോശമായ അവസ്ഥ ഉണ്ടായത് എപ്പോഴാണ്? ഈ ജിഅ്തഹും ബിൽ ബയ്യിനാത്ത്, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി താങ്കൾ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ. ജിഅ്തഹും. അപ്പൊ നമ്മൾ ഈദാ ജാ നസ്റുല്ലാഹി എന്ന് പറയുമ്പോൾ ജാഅയുടെ കർത്താവ് എന്താണ്? കർമ്മം എന്താണ് അവിടെ? ഈദാ ജാ നസ്റുല്ലാഹി, നസ്ർ കർത്താവ്. കർമ്മം അവിടെ കർമ്മമില്ല. ഒരുപാട് ചിന്തിക്കാം. അവിടെ കർമ്മമില്ല. അതായത് ജാഅയ്ക്ക് യഥാർത്ഥത്തിൽ കർമ്മമില്ല. ജാഅയ്ക്ക് യഥാർത്ഥത്തിൽ എന്തില്ല? കർമ്മമില്ലാത്ത ക്രിയയാണ്. അതേസമയം ചില സന്ദർഭത്തിൽ കർമ്മം വരും. അപ്പോൾ ആരുടെ അടുക്കൽ വന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഈ ജിഅ്ത താങ്കൾ വന്നു, ഹോം. അപ്പൊ ജിഅ്തയുടെ മഫ്ഊലും ബിഹിയാണ് ഹോം. അപ്പോൾ ജിഅ്ത താങ്കൾ വന്നു, ആരുടെ അടുക്കൽ വന്നു? ഹോം, അവരുടെ അടുക്കൽ. അപ്പൊ അവിടെ ജിഅ്തയിലെ അന്തയാണ് എന്റെ കർത്താവ്, ഹോം അതിന്റെ മഫ്ഊലും ബിഹിയാണ്, കർമ്മം. ജിഅ്തഹും, താങ്കൾ അവരുടെ അടുക്കൽ വന്നപ്പോൾ. ബിൽ ബയ്യിനാത്ത്, ഇവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ ചെന്നപ്പോഴെന്നാണ് നമ്മൾ മലയാളത്തിൽ ഭാഷയിൽ പറഞ്ഞത്. താങ്കൾ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ. വ്യക്തമാക്കിക്കൊണ്ട്. വ്യക്തമാക്കിക്കൊണ്ടാണോ? അല്ല, വ്യക്തമായ തെളിവുമായി. വ്യക്തമായ തെളിവും കൊണ്ട്. വ്യക്തമാക്കിക്കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഹാലായി പോയി. ഇവിടെ ജിഅ്ത കൊണ്ടുവന്നു, ജിഅ്ത ബി കൊണ്ടുവന്നു, അൽ ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. അപ്പോ ഇവിടെ പല സംഗതികളുണ്ട്. കർത്താവുണ്ട്, കർമ്മമുണ്ട്, പിന്നെ അത് കൂടാതെ കൊണ്ടുവന്ന സാധനമുണ്ട്. ജായുടെ കൂടെ ബി വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നു, ആ സാധനമുണ്ട് ബയ്യിനാത്ത്. അപ്പൊ ഹാലായി പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോഴത്തേക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ഗ്രാമറ്റിക്കലായിട്ട് അർത്ഥം എഴുതിയില്ലെങ്കിൽ പെട്ടി വെക്കും കളെ. ജിഅ്തഹും, അപ്പൊ ജിഅ്ത താങ്കൾ വന്നു, ഹും അവരുടെ അടുക്കൽ, ബി കൊണ്ട്, ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തം. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് താങ്കൾ അവരുടെ അടുക്കൽ വന്നപ്പോൾ അഥവാ ചെന്നപ്പോൾ, അപ്പോഴാണ് അവർ താങ്കൾക്കെതിരെ, അതായത്
അക്രമം അഴിച്ചിട്ടത്, താങ്കളെ വധിക്കാൻ ശ്രമിച്ചത്, താങ്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്, താങ്കൾ ജാരസന്തതിയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതൊന്നും എന്ത് ചെയ്തില്ല, പറയുന്നില്ല. പറയാത്തത് എന്താണ്? പറയാത്തത് പല സംഗതികളുണ്ടാണ്. ഈ സംഭവം ഒന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചില സംഭവങ്ങളും ന്യൂസിൽ പറയുമ്പോഴത്തേക്ക് അവിടെ കട്ട് ചെയ്ത് കിക്ക് എന്ന് കേൾക്കുന്നുണ്ടല്ലേ, സദസ്സിൽ പറയാൻ പറ്റാത്തതാണ്. അപ്പൊ അള്ളാഹ്ക്ക് പറയാൻ പറ്റും ഇവിടെ താങ്കൾ ജാരസന്ധതിയാണെന്ന് അവർ പറഞ്ഞു. അത് അപ്പൊ അങ്ങനെ പലതും എന്ത് ചെയ്യാം, ആശയം നമുക്ക് ഉൾക്കൊള്ളാം, നമുക്ക് ചിന്തിക്കാം. പല കാലങ്ങൾ കൊണ്ടാണ് അത് പറയാതിരുന്നത്. അണ്ടർസ്റ്റുഡ് ആണ്. അതിന്റെ അത്രയും മോശമായ രീതിയിലാണ് ഈസാ നബി ഇസ്ലാമിയോട് അവരെ പ്രതികരിച്ചത്. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അവരെന്താണ് പറഞ്ഞ് ചെയ്തതെന്നൊന്നും പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ആ സംഗതികളിൽ നിന്നെല്ലാം താങ്കളെ നാം തടഞ്ഞു നിർത്തി. ഇത് നമ്മൾ ഇന്ന് ചോദിച്ചേ ഉസ്കുർ നിഅമതി അലൈക എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തി നോക്കിക്കേ, അപ്പോഴേ നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റൂ, പറഞ്ഞ കാര്യത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അത് കൂടാതെ ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങളുടെ അടുക്കിലേക്ക് അവർ വരുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായാണ് അവരുടെ അടുക്കിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അവർ ആ ദൃഷ്ടാന്തങ്ങളൊക്കെയും തള്ളി പറഞ്ഞു. ഫഖാല ലദീന കഫറു മിൻഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, അതും പറഞ്ഞു. അവർ നേരത്തെ ചെയ്തതൊക്കെ ചെയ്തു. അതുകൂടാതെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ആഭിചാരമാണ്, ഇതൊക്കെ മേജിക്കാണ്, ഇതൊക്കെ എന്താണ്, സിഹ്റാണെന്നൊക്കെ പറഞ്ഞു. വെറും സിഹ്റാണെന്നല്ല പറഞ്ഞത്, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ. ഇന്ന ഉപയോഗിക്കുന്നതിനേക്കാളും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള പ്രയോഗമാണ് ഇൻ, ഇല്ല. ഇന്നമ ഉപയോഗിക്കുമല്ലോ, ഇന്ന ഉപയോഗിക്കും, ഇന്നമ ഉപയോഗിക്കും. അതും അതിനും സൂപ്പർലേറ്റീവ് ആണ് ഇൻ, ഇല്ല ഉപയോഗിക്കും. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. അപ്പൊ ഇന്നമ ഹാദാ സിഹ്റുൻ എന്ന് പറയുന്നതിനേക്കാളും സൂപ്പർലേറ്റീവ് ആണ് ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഇത് വ്യക്തമായ ആവിചാരം മാത്രമാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതുവരെയും അവർ പറഞ്ഞു. ഈ ദൃഷ്ടാന്തങ്ങളെ താങ്കൾ എന്ത് ചെയ്തു, വ്യക്തിപരമായി അധിക്ഷേപിച്ചു. ബയ്യിനാത്ത് എന്ത് ചെയ്തു, എല്ലാ ബയ്യിനാത്തിനെ അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് കഫറു എന്ന് പറഞ്ഞത്. ബയ്യിനാത്തിനെ അവർ നിഷേധിച്ചത് കൊണ്ടാണ്, അവർ വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് അല്ലദീന കഫറു എന്ന് പറയുന്നത്. അങ്ങനെ ബയ്യിനാത്തിനെ അവർ നിഷേധിക്കുകയും അതിനെ തള്ളിക്കളയുകയും അങ്ങനെ അവർ കാഫിറായി മാറുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ. വഇദാ ഔഹൈതു ഇലൽ ഹവാരിയീൻ, സമയം കഴിഞ്ഞു തോന്നുന്നല്ലേ. വഇദാ ഔഹൈതു ഇലൽ ഹവാരിയീൻ, ഹവാരികൾക്ക് നാം എന്ത് ചെയ്തു, വഹി നൽകി. അപ്പൊ അള്ളാഹ് ഈസാ നബി അലൈഹി സ്വലാമയ്ക്ക് വഹി നൽകിയോ, അതല്ല ജനങ്ങൾക്ക് വഹി നൽകി? ഈസാ നബി ഈസാ നബി അലൈഹി സ്വലാമയ്ക്കാണ് വഹി നൽകിയത്. പക്ഷെ ജനങ്ങളുടെ എന്ത് ചെയ്തു, അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ ഔഹൈതു എന്ന് പറഞ്ഞത് ഔഹൈന ഇല ഉമ്മി മൂസ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മാക്ക് എന്താ ചെയ്തത്, കുട്ടിയെ എന്ത് ചെയ്യാം, നദിയിൽ ഒഴുക്കാം എന്ന് തോന്നിപ്പിക്കുകയാണ് ചെയ്തത്. ഔഹൈന ഇല നഹ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔഹ റബ്ബുക ഇല നഹ്ലി, നിന്റെ രക്ഷിതാവ് തേനീച്ചയ്ക്ക് വഹി നൽകി എന്ന് പറഞ്ഞു. അപ്പൊ തേനീച്ചയ്ക്ക് എന്താണ്, അറിവ് നൽകിയതാണ്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാമയുടെ മാതാവിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ഹവാരികളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു. ഹവാരിയീൻ എന്ന് പറഞ്ഞാൽ അൻസാരീൻ എന്നർത്ഥം. അൽ അൻസാർ, അൻസാരിയിലല്ല, അൽ അൻസാർ. ഹവാരിയുൻ എന്ന് പറഞ്ഞാൽ ഏകവചനം നാസിറുൻ. അൻസാർ എന്ന് പറഞ്ഞാൽ ഹവാരിയീൻ എന്ന് പറഞ്ഞാൽ അൻസാർ, സഹായികൾ. അപ്പോ ഈസാ നബി അലൈഹി സ്വലാമിയെ സഹായിച്ചവരെയാണ് അൽ ഹവാരിയീൻ എന്ന് പറയുന്നത്. സൂറത്ത് സഫർ എന്താ പറഞ്ഞത്,
وقال الحواريون نحن أنصار الله. ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. അപ്പൊ ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹിന് സഹായിക്കും. മൻ അൻസാരി ഇലല്ലാ എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. മൻ അൻസാരി ഇലല്ലാ, അള്ളയെ മൻ അൻസാരി ഇലല്ലാ, അള്ളയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹിന്റെ മാർഗത്തിലേക്ക് എന്നെ സഹായിക്കുന്നവൻ ആരുണ്ട് എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. അപ്പൊ ജനങ്ങൾ എന്ത് പറഞ്ഞു? ജനങ്ങൾക്ക് മനസ്സിലായി ഈസാ നബി അല്ല സഹായിക്കേണ്ടത്, അഥവാ ഈസാ നബി സഹായിച്ചാൽ, ഈ റസൂലിനെ സഹായിച്ചാൽ അള്ളയെ സഹായിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അവരെന്താ മറുപടി പറഞ്ഞത്? നഹ്നു അൻസാറുള്ള, ഞങ്ങൾ അള്ളയെ സഹായിക്കുന്നവരാണ്. അതാണ് ഹവാരിയൻ. ഇലൽ ഹവാരിയീൻ, അപ്പൊ ഹവാരികൾക്ക് ബോധോദയം നൽകി, അല്ലെങ്കിൽ അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു താങ്കളെ സഹായിക്കാൻ. ഈ തോന്നിപ്പിച്ചു കൊടുത്തത് ആരാണ്? അള്ളയാണ്. അതെന്താണ്? അള്ളാന്റെ മറ്റൊരു നിയമത്താണ്. അൻ ആമിനു ബി വബി റസൂലി, അൻ ആമിനു ബി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ എന്ന്, വബി റസൂലി, എന്റെ ദൂതനിൽ വിശ്വസിക്കൂ എന്ന്. ആലു അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് ബോധനം നൽകി. പാലു അമന്ന, അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ. വഷ്ഹദ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥവുമാകാം. എന്താണ് ഇഷ്ഹദ് എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? സാക്ഷിയാവുകയും സാക്ഷ്യം വഹിക്കുകയും. താങ്കൾ സാക്ഷിയാകൂ എന്നാണ്. സാക്ഷി വഹിക്കുവീൻ എന്ന് പറഞ്ഞാലാ വഷ്ഹദ്, സാക്ഷ്യം വഹിക്കൂ, നീ സാക്ഷ്യം വഹിക്ക്, നീ സാക്ഷ്യം വഹിക്കൂ. അപ്പൊ നീ എന്ന് പറഞ്ഞ ആരോടാണ്? റസൂലി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ പദത്തിന്റെ ഘടന എന്താ? ആമിനു അബി റസൂലി, നിങ്ങൾ എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കൂ എന്നാണ് അള്ളാഹ് അവർക്ക് ബോധനം നൽകിയത്. കാലു ആമന്ന, അപ്പോൾ അവർ പറഞ്ഞു ആമന്ന വഷ്ഹദ് ബി അന്നന മുസ്ലിമൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവെ നീ സാക്ഷിയാവുക, ബി അന്നന മുസ്ലിമൂൻ, ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടവരാണ് എന്ന്. അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമയോട് അവർ പറഞ്ഞത് മാറാം. വഷ്ഹദ് ബി അന്നന മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. കുനു അൻസാറുല്ലാഹി, മൻ അൻസാരി ഇലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഖാല ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ഫആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീൽ. ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇഷ്ഹദ് എന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാമിയോട് പറഞ്ഞതുമാകാം, അള്ളയോട് പറഞ്ഞതും ആകാം. ഇദ് ഖാലൽ ഹവാരിയൂന യാ ഈസ ഇബ്ന മറിയം, ഈ ഹവാരികൾ തന്നെ എന്ത് ചെയ്തു? സഹായികളായി നിന്നവർ ഒരു സുപ്രഭാതത്തിൽ അവർ ചോദിക്കുകയാണ്. ഖാലൽ ഹവാരിയൂൻ, ഈ സഹായികൾ ചോദിച്ചു, അല്ലെങ്കിൽ ഹവാരികൾ ചോദിച്ചു, യാ ഈസ ഇബ്ന മറിയം, ഈസ ഇബ്ന മറിയമേ, ഹൽ യസ്തതിഉ റബ്ബുക, താങ്കളുടെ രക്ഷിതാവിന് കഴിയുമോ? അൻ യുനസ്സില അലൈന മാഇദതൻ, ഞങ്ങൾക്കൊരു മാഇദ തരാൻ വേണ്ടി. മാഇദ എന്താണ്? ഭക്ഷണത്തളി. ഭക്ഷണത്തളിക. ഭക്ഷണത്തളികയാകാം, അവിടെ സുപ്രയാകാം, എല്ലാത്തിനും മാഇദ എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാഇദ എന്ന് പറയുന്നത് ഭക്ഷണത്തളികയാണ്. ഭക്ഷണം അടങ്ങുന്ന തളിക, മാഇദ. അപ്പൊ ഭക്ഷണത്തളിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണം ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് കഴിക്കുന്നതല്ല തളിക എന്ന് പറയുന്നത്, കൂട്ടായി കഴിക്കുന്നതിനാണ് തളിക, ഭക്ഷണം തളിക. എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക. അത് യസ്തതിഉ റബ്ബുക, അപ്പൊ യസ്തതിഉവിന്റെ കർത്താവ് ആരായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സാധ്യമാണോ? യസ്തതിഉവിന്റെ കർത്താവ് റബ്ബ് എന്ന നാമം. റബ്ബുക, താങ്കളുടെ രക്ഷിതാവിന് കഴിയുമോ? യുനസ്സില അലൈന മാഇദതൻ മിനസ് സമാ, ആകാശത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കി തരാൻ പറ്റുമോ? ഇത്തഖുല്ലാഹ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് അതെന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹയെ സൂക്ഷിക്കുക. ചോദിച്ച ചോദ്യത്തിൽ കടന്നുപോയി. നിങ്ങൾ പഠിച്ചവനെ സൂക്ഷിക്കോ? പഠിച്ചവനെ പേടിച്ചോ? കുന്തും വിശ്വാസികളെങ്കിൽ നിങ്ങൾ പഠിച്ചവനെ പേടിക്കണം.
എന്താ നിങ്ങൾ ചോദിച്ചത്? ഗുരുതരമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചതെന്നാ പറഞ്ഞത്. അപ്പൊ അവരെന്ത് ചെയ്തു? തണുത്തിട്ട് പറഞ്ഞു, കാലു നുരീദു അൻ നഅകുല മിൻഹ, അങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങിത്തരുന്ന ഭക്ഷണത്തളികയിൽ നിന്നും തിന്നാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നുരീദു അൻ നഅകുല മിൻഹ, അതിൽ നിന്നും തിന്നുന്നത് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. വതത്മഇന്ന ഖുലൂബുന, തത്മഇന്നയുടെ കർത്താവ് ആരാണ്? ഞങ്ങളുടെ ഹൃദയം കുലൂബു. ആ, തത്മഇന്നു എന്തുകൊണ്ട് തത്മഇന്നു എന്ന് ഉപയോഗിച്ച് എന്തുകൊണ്ട് യത്മഇന്നു ഉപയോഗിച്ചില്ല? അത് കുലൂബ് ഹൈറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തത്മഇന്നയിലുള്ള സർവനാമം എന്താണ്? എല്ലാ ക്രിയയിലും ഒരു സർവനാമം കാണുമല്ലോ. തത്മഇന്നയിലുള്ള സർവനാമം എന്താ? കിയ. നെഹ്നു. ആ, ഹിയയാണ്. നെഹ്നു എന്ന് എങ്ങനെ കിട്ടി? നെഹ്നു. നെഹ്നു എന്ന് എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? നെഹ്നു. ഹിയയാണ്. ഇവിടെ അൻതയാണോ അല്ല ഹിയയാണോ എന്നത് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ നെഹ്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുലൂബു ആണ് അവിടെ. നേരത്തെ പറഞ്ഞ പോലെ ഇത്തഖുല്ല എന്ന് പറയേണ്ടി വരും. ഇത് കടന്നുപോയി. കുലൂബ് ബഹുവചനമായതുകൊണ്ടാണ് ഹിയ വന്നത് അവിടെ. തത്മഇന്ന. ഓക്കെ, തത്മഇന്നു എന്നാണ്. പിന്നെ എന്താണ്? അൻ വന്നത് കൊണ്ടാണ്, അൻ മുൻകടന്നുകൊണ്ടാണ് നസ്ബ് വന്നത്. അൻ നഅകുല മിൻഹ വതത്മഇന്ന വഅൻ തത്മഇന്ന എന്നാണ്. നഅകുല മിൻഹ, അതിൽ നിന്ന് ഞങ്ങൾ തിന്നുന്നതിനും, വതത്മഇന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഖുലൂബുന ഞങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തി അടയുന്നതിനും, ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകാം. നമ്മൾ ആകാശം നിറയ്ക്കത് തിന്നു എന്നുള്ളതിന് ആശ്വാസം ഉണ്ടാകുന്നതിന്. എല്ലാം നസ്ബ് ചെയ്തത് അൻ മുൻകടന്നുകൊണ്ടാണ്. അതിന്റെ മാസി എന്തായിരുന്നു? ഏതില്ലേ? തത്മഇന്ന. ഇത്മഅന്ന. ആ, യത്മഅന്ന. യത്മഅന്ന. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? അൽബക്കറയിലുണ്ട്. അൽ-ബഖറയിലും വലാക്കിൻലെ ഇത്മഇന്ന ആ, അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ഫജ്റിൽ പഠിച്ചില്ലായിരുന്നു നമ്മള്? ഫജ്റിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കർത്താവ് മുത്മഇന്നുൽ ഖുലൂബ്. മുത്തമഇന്നു എന്നല്ല, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന. അത് മുത്തമഇന്നത്തു എന്നാ പഠിച്ചത് അവിടെ. നഫ്സുൽ മുത്തമഇന്നത്തു. ഓക്കെ. വതത്മഇന്ന ഖുലൂബുന വനഅലമ അൻ ഖദ് സദഖതന, താങ്കൾ സത്യം പറഞ്ഞു എന്നത് ഞങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി. വനകൂന അലൈഹ മിനശ് ഷാഹിദീൻ, ഞങ്ങൾ അതിന് സാക്ഷിയാകുന്നതിന് വേണ്ടി. അപ്പോ റസൂൽ വിട്ടില്ല. ബാക്കി കാര്യം നമുക്ക് അടുത്ത പേജിലാണ് വരുന്നത്. അതോടുകൂടി കൺക്ലൂഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ ഡെയിലി ഒരു പേജാണ്. ആ ഡെയിലി ഒരു പേജ് തീരുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ഓക്കെ. ഈ പേജ് നമ്മൾ ഒരുപാട് ഗ്രാമർ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാമർ വെച്ചുകൊണ്ടാണ് ഇനി നിങ്ങൾ അടുത്ത കോഴ്സിന് ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഖുറാൻ വായിക്കും. ഞാനിന്ന് ഒരു പഴയ സ്റ്റുഡന്റിനെ കണ്ടു, തിരുവനന്തപുരം സിറ്റിയിൽ പോയപ്പോഴും. അദ്ദേഹം ഒരു മഹാ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ, വിത്തുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹം കോഴ്സ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. അതിനുശേഷം പിന്നെ അൽബക്കർ, ആലിമ്രാൻ തുടങ്ങി അദ്ദേഹം അറിഞ്ഞ ലക്ഷണമില്ല. ഞാൻ അത്രയൊന്നും പോയില്ല. അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് സംശയങ്ങൾ തൊട്ടടുത്ത പള്ളിയിലെ ഇമാമുമാരോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ തന്നെ ഞെട്ടിപ്പോയത്. അപ്പൊ അവസാനം ചോദിച്ച ചോദ്യം, അദ്ദേഹം ഒരുപാട് കടന്ന കൈയൊന്നും ആയിരിക്കില്ല ചോദിച്ചിട്ടുള്ള ചോദ്യം. ഏതെങ്കിലും ഒരു ക്രിയയുടെ അതിന്റെ മാളി എന്താണ്, മുളാരി എന്താണ്, അതുപോലെ എന്തെങ്കിലും മാത്രമായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോ ഒരു യാത്രയ്ക്ക് പോവാണ്, പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിരന്തരം ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നത് കേൾക്കുന്ന ആളും കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളും അതേപോലെ ചോദിക്കപ്പെടുന്ന ആൾക്കാരും എല്ലാം എന്ത് ചെയ്യാണ്? ആശ്ചര്യപ്പെടുകയാണ്. ഈ പ്രായത്തിൽ അദ്ദേഹം ഏതാണ്ട് 10-80 വയസ്സ് കഴിയും. 70 80 ഇടയ്ക്ക് വരും. അതിൽ കൂടുതലല്ലാതെ കുറയില്ല. അപ്പോ ഈ പ്രായത്തിൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചോ? ഇങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല.
അപ്പൊ അദ്ദേഹം നമ്മളെ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് തൊട്ടടുത്ത പള്ളിയിലെ ഒരു ഇമാമിനത്ത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതേപോലെയാണ് ഖുർആൻ പഠിപ്പിക്കുക, ഇതേപോലെ പഠിപ്പിക്കാൻ ഒരു ക്ലാസ് തുടങ്ങാൻ പറ്റില്ല, ഇതുപോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഞാൻ പറയാൻ കാരണം അദ്ദേഹം ഒരു ആവറേജ് മാർക്ക് വാങ്ങിയ ആളാണ്, ഒരുപാട് മാർക്കൊന്നും വാങ്ങിയതില്ല, ഒരു സാദാസീദ പഠിതാവാണ്, ഹൈ റാങ്കിലൊന്നും പഠിച്ച മാർക്ക് വാങ്ങിയ ആളല്ല. അപ്പൊ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ ഞാനും അദ്ദേഹം അവിചാരിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് അസ്ർ നമസ്കരിക്കാൻ ഇടയായി. അദ്ദേഹം സാധാരണ അസ്ർ നമസ്കരിക്കുന്ന സ്ഥലമാണ്, ഞാൻ അവിചാരിതമായിട്ട് അവിടെ അസ്ർ നമസ്കരിക്കാൻ എത്തിയത്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞു. നമ്മൾ ഇട്ടേച്ചു പോയ വിത്തുകളെല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മുളച്ച് വിത്തുകൾ നൽകുന്നുണ്ട്, അത് പടർന്ന് പന്തലിച്ച് വേറെ വിത്തുകൾ നൽകുന്നുണ്ട്. അത് അത്രത്തോളം സജീവമായി പഠിക്കാത്തവർക്ക് പോലും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കാൻ തുടങ്ങിയതും അതുപോലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ബോധോദയങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. ഇശാ നമസ്കരിക്കാതെ ഉറങ്ങിപ്പോയി, പിന്നെ ഞാൻ 2:30 മണിക്ക് എഴുന്നേറ്റ് ആരോ തട്ടി വിളിക്കുന്നുണ്ട്, ഇന്ന് ഇശാ നമസ്കാരം ഇല്ലെന്ന് ചോദിച്ച് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉറക്കത്തിൽ അങ്ങനെ തോന്നിയെന്നാണ്, ആരും എന്നെ തട്ടി വിളിക്കുന്നില്ല, ഇശാ നമസ്കാരം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ ഇന്ന് ഇശാ നമസ്കരിച്ചില്ല മനസ്സിലായത്. അങ്ങനെ എഴുന്നേറ്റ് നമസ്കരിച്ചു എന്നൊക്കെ പറയും. നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊന്നും നമ്മൾ ഒരുപാട് ഉപദേശമൊന്നും കൊടുക്കാറില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു. നമ്മൾ ഉപദേശമല്ല, നമ്മൾ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക, ചിന്തിക്കുക, തൊട്ടടുത്തുള്ളവരോട് എന്ത് ചെയ്യുക, ഇത് സംബന്ധമായി നമ്മൾ സംവദിക്കുക, നമ്മൾ കാണുന്നവരോടും ഇടപഴകുന്നവരോടും ഇതിനെക്കുറിച്ച് നമ്മൾ സംവദിക്കുക. നമ്മൾ അവരോട് ചോദ്യം ചെയ്യാൻ അല്ലാതെയും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയും നമ്മൾ അവരെ ഉണർത്തുന്നതിന് വേണ്ടിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സംവദിക്കുക, ഇതിന്റെ ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എല്ലാം ക്ലിയർ ആണ്. ഇനി ഒരു പേജാണ് ബാക്കിയുള്ളത്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഡെയിലി ഒരു പേജ് റിവൈസ് ചെയ്യണം. ഓരോ ദിവസവും ഓരോ പേജ്, ഇതിപ്പം അടുത്ത പേജ് നാളെ തന്നെ ഇടും. നാളെ അതിനുവേണ്ടി അതിന് മിക്കവാറും പുതിയ വാക്കുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം.